സൈക്യാട്രിസ്റ്റ് ആയിട്ടുള്ള നായകനാകെയുള്ളത് ആ ഒരു കൊച്ചുമകളാണ്. അവർ തമ്മിൽ നല്ലൊരു ബന്ധമാണുള്ളത്. സോ അച്ഛനും അമ്മയും നേരത്തെ ആ ഒരു കുട്ടിയുടെ മരിച്ചു. സോ ഈ ഒരു അപ്പൂപ്പൻ്റെ ലോകം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു കൊച്ചുമകളാണ്. സോ അതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്കറിയാം കൊച്ചുമകൾക്ക് എന്തോ സംഭവിക്കാൻ പോവുകയാണെന്ന്. കൊച്ചുമകൾ കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നു. അങ്ങനെയുള്ള ആ ഒരു മിസ്സിംഗ് കേസ് അന്വേഷിക്കുന്നത് സത്യം രാജേഷിൻ്റെ ക്യാരക്ടറും ഈ ഒരു സത്യരാജിൻ്റെ ഈ ഒരു അപ്പൂപ്പൻ്റെ ക്യാരക്ടറും കൂടിയാണ്. സോ സത്യരാജ് ഒരു സൈക്യാട്രിസ്റ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സിനിമ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത് മിത്തോളജിക്കൽ ആയിട്ടുള്ള ബാലപതിക്ക് എന്ന് പറയുന്ന ക്യാരക്ടറിൽ കൂടിയാണ്. പാപ്പൻ എന്ന് പറയുന്ന സിനിമ എത്ര പേര് കണ്ടിട്ടുണ്ടെന്നറിയില്ല. സുരേഷ് ഗോപി നായകനായിട്ട് വന്ന ജോഷി ഡയറക്റ്റ് ചെയ്ത മൂവി. അതിൽ വിജയരാഘവൻ പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഡയലോഗുണ്ട്. അന്വേഷണത്തിൻ്റെ ഇടയ്ക്ക് എപ്പോഴും ബൈബിളും കൊണ്ട് വരുന്നത്. അതായത് ഇപ്പോൾ മെമ്മറീസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ നല്ല രീതിയിലാണ് ബൈബിളിൻ്റെ സംഭവങ്ങളും ആ ഒരു ക്രിസ്ത്യാനിറ്റിയുടെ സംഭവങ്ങളും കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ നല്ലപോലെ കൊണ്ടുവന്നാൽ അത് മെമ്മറീസ് ആവും. അതുപോലെ തന്നെ മിത്തോളജിക്കലി ഉള്ള സംഭവം നല്ലപോലെ കൊണ്ടുവന്നില്ലെങ്കിൽ ഇതുപോലത്തുള്ള മൂവീസ് ആവും, ഈ ബാഹുബലിക്ക് പോലത്തെ മൂവീസ്. കാരണം അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വേണ്ട സംഭവം പല സ്ഥലങ്ങളിലും ഫോഴ്സ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കപ്പിൾ ഓഫ് ക്യാരക്ടേഴ്സ് അൺവാണ്ടഡ് ആയിട്ട് സിനിമയിൽ പലതും തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഉദയഭാനുവിൻ്റെ ആ ഒരു ക്യാരക്ടർ, ആ ഒരു ആക്ട്രസിൻ്റെ ക്യാരക്ടർ ഒക്കെ കൊണ്ടുവരുന്ന ആ ഒരു രീതി ഫോഴ്സ്ഡ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ബാർബറിക് എന്ന് പറയുന്ന മഹാഭാരതത്തിൽ പല യുദ്ധങ്ങളും ജയിപ്പിക്കുന്ന ക്യാരക്ടർ, അത് ആണ് ആ ഒരു സത്യരാജൻ്റെ ക്യാരക്ടറിൻ്റെ റെഫറൻസ് ആയിട്ട് വരുന്നത്. ഈ ഒരു മുത്തച്ഛൻ എങ്ങനെയെങ്കിലും ഈ ഒരു കൊച്ചുമകളെ രക്ഷിക്കും എന്നുള്ള ആ ഒരു റെഫറൻസിന് വേണ്ടി കൊണ്ടുവരുന്ന ആ ഒരു സംഭവം, വളരെ ഹൈലൈറ്റ് ആയിട്ട് വേണ്ട സംഭവം വളരെ ഫോഴ്സ്ഡ് ആയിട്ടാണ് ഈ ഒരു മൂവിയിൽ വന്നിരിക്കുന്നത്. അത് സിനിമയുടെ പ്രധാന ഒരു പ്രശ്നമാണ്. ഇനിഷ്യലി ആദ്യത്തെ 20 മിനിറ്റ്സ് നല്ലൊരു സിനിമയാണെന്ന് തോന്നിക്കുമെങ്കിലും പിന്നെ അത് അങ്ങനെയല്ല എന്ന് കാണിക്കാൻ ഒത്തിരി നേരമൊന്നും സംവിധായകന് വരുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ്. അതിൻ്റെ മിക്ക സിനിമയിലും വില്ലനായിട്ടാണ് അഭിനയിക്കുന്നത്. സോ അങ്ങനെ വില്ലനായിട്ട് അഭിനയിക്കുമ്പോഴത്തേക്കും ഒരു ക്യാരക്ടർ വരുമ്പോൾ അത്ര മിസ്റ്ററിയും സംഭവങ്ങളൊന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ നല്ല ക്യാരക്ടർ ആർക്സ് ഉള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ സത്യരാജിൻ്റെ പെർഫോമൻസ് വളരെ നല്ലതായിരുന്നു. കാരണം ആ ഒരു ക്യാരക്ടറിന് വേണ്ട ഇമോഷനും കാര്യങ്ങളൊക്കെ അദ്ദേഹം കൊണ്ടുവരാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന്. പക്ഷേ നല്ല റിട്ടേൺ ക്യാരക്ടർ അല്ല അദ്ദേഹത്തിൻ്റേത്. സോ അതിൻ്റെ സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയെ കളയുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ വശിഷ്ഠായൻ സിംഹയും എല്ലാവരും ആ ഒരു പെർഫോമൻസിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു ലെവൽ സംഭവം സ്ക്രിപ്റ്റിലോ ആ ഒരു വ്യൂവേഴ്സിന് കൂടുതലും ഒരു ബോറിംഗ് സംഭവമായിട്ടാണ് മാറുന്നത്. ഫസ്റ്റ് ഹാഫിലെ സ്ക്രീൻ പ്ലേയിലെ ചില സംഭവങ്ങളൊക്കെ കൊള്ളാം എന്നല്ലാതെ കാര്യമായ പോസിറ്റീവ്സ് ഒന്നുമില്ലാത്ത ഒരു മൂവിയാണ് തൃനാപധാരി ബാർബറിക് എന്ന് പറയുന്ന ഈ ഒരു മൂവി. അതിനോട് തന്നെ ആ ഒരു സത്യരാജ് ആ ഒരു ബാർബറിക്കിൻ്റെ മേക്കപ്പ് ഇട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും എവിടെയും നാച്ചുറലായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അതൊക്കെ വളരെ ഫോഴ്സ്ഡ് ആയിട്ടാണ് സിനിമയിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് ഈ ഒരു സിനിമയുടെ പ്രധാന പ്രശ്നമാണ്. സോ താല്പര്യമുള്ളവർക്ക് സ്വന്തം റിസ്കിൽ കണ്ടു നോക്കാവുന്ന ഒരു മൂവിയാണ്. ഒരു ഡള്ളായിട്ടുള്ള ഒരു തെലുങ്കു ത്രില്ലർ മൂവിയാണ്. കാരണം ഈ ഒരു സിനിമയിൽ ത്രില്ലിംഗ് കാര്യമായിട്ടൊന്നുമില്ല. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്കും അതൊരു റൊട്ടീൻ റിവെഞ്ച് സംഭവം പോലെ തന്നെ മാറുന്നു. സോ താല്പര്യമുള്ളവർക്ക് മാത്രം കണ്ടു നോക്കാം. ഇതിപ്പോൾ ആമസോൺ പ്രൈം വീഡിയോയിൽ അവൈലബിൾ ആണ്.